അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹമുള്ള അധ്യാപകന്മാരെ, മറ്റു വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മനുഷ്യരായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ആത്യന്തികമായ ഏറ്റവും വലിയ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് വേണ്ടി, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗം കരസ്ഥമാക്കുക എന്നുള്ളതാണ്. നമ്മൾ ദിവസവും ആ സ്വർഗത്തിന് വേണ്ടി ധാരാളം അധ്വാനിക്കുന്ന ആളുകളാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഏറ്റവും വലിയ ഈ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ വേണ്ടി മനുഷ്യന് ഒരുപാട് അവസരങ്ങളും ഒരുപാട് ഓഫറുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മാസങ്ങൾക്ക്, ചില സ്ഥലങ്ങൾക്ക് ഒക്കെ അധികമായി പവിത്രതയും പ്രത്യേകതയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, അങ്ങനെ നമ്മൾക്ക് ലഭിച്ച വലിയ ഒരു അവസരമായിരുന്നു പരിശുദ്ധമായ റമളാൻ മാസം. നമുക്കറിയാം ആ മാസത്തിന്റെ പ്രത്യേകതകൾ. നമ്മൾ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്താൽ പോലും അധികമായി വലിയ പുണ്യം കരസ്ഥമാക്കാൻ കഴിയുന്ന ആ പരിശുദ്ധമായ മാസം. അതിനുശേഷം വീണ്ടും ഒരു പവിത്രമായ മാസം നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അതിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പവിത്രമായ മുഹറം മാസത്തിലാണ്. നമ്മൾക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ 4 മാസങ്ങൾക്ക് അധികമായി പ്രത്യേകതയുണ്ട്, പവിത്രതയുണ്ട് എന്ന് നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ 4 മാസത്തിൽ നമ്മൾ ഏത് പ്രവർത്തനങ്ങൾ ചെയ്താലും മറ്റുള്ള മാസങ്ങളെക്കാൾ നമ്മൾക്ക് അധികമായി പ്രതിഫലം കരസ്ഥമാക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ ഈ ഒരു മുഹറം മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് സൂചിപ്പിച്ച വിഷയമാണ് മുഹറം 9-ന്റെയും മുഹറം 10-ന്റെയും സുന്നത്ത് നോമ്പ് എന്നുള്ള വിഷയം. നമ്മൾ ഒരിക്കലും അത് മറന്നു പോകരുത്. അതിന്റെ പ്രതിഫലമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് സൂചിപ്പിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തെ ചെറിയ പാപങ്ങൾക്ക് അത് പരിഹാരമാകുമെന്നാണ്. അപ്പോ ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട് ഒരു വർഷത്തെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് മാപ്പാക്കുമെങ്കിൽ അത്രത്തോളം മഹത്വമേറിയ ഒരു കർമ്മമാണത്. അതുകൊണ്ട് ഒരിക്കലും ആ നോമ്പ് നമ്മൾ മറന്നു പോവാതെ ഇത്തരത്തിലുള്ള പ്രവാചകന്റെ സുന്നത്തുകളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അത്തരത്തിലുള്ള യഥാർത്ഥ സത്യവിശ്വാസികളായി, മുത്തഖീങ്ങളായി ജീവിക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ എല്ലാവരെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.